അപ്പം നമ്മൾ നിൽക്കുന്നത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ഒരു ശിവക്ഷേത്രമാണ്. അത് ഭയങ്കരമായിട്ട് ഫേമസ് ആണ്. ആ ശിവക്ഷേത്രത്തിൻ്റെ പേരാണ് പശുപതിനാഥ് ടെമ്പിൾ. ഇത് ഒരുപാട് പഴക്കം ചേർന്ന ക്ഷേത്രമാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ടൊരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയുടെ പേരാണ് ഭാഗമതി നദി. ഇതിൻ്റെയും തൊട്ടടുത്തായിട്ടാണ് ക്ഷേത്രം. അപ്പം ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത് നേപ്പാളി പക്കോട ശൈലിയിലാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കോവിലിനൊരു പ്രത്യേകതയുണ്ട്. ആ കോവിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കോവിലിൻ്റെ ശിവലിംഗത്തിന് ആരാണോ കണ്ടു തരുന്നത് അവർക്ക് ഒരു ജന്മം കൂടെ മനുഷ്യജന്മമായിട്ട് കിട്ടും എന്നാണ് അവിടെയുള്ള എല്ലാ ആൾക്കാരും വിശ്വസിക്കുന്നത്. ഈ കോവിലിൻ്റെ സമയമെന്ന് വെച്ചാൽ രാവിലെ 5 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെയും, പിന്നെ വൈകുന്നേരം 5 മണി തൊട്ട് രാത്രി 7 മണി വരെയാണ് ഈ കോവിലിൻ്റെ സമയം. ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിക്കായിരുന്നു. അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ആ പുഴക്കരയിൽ മൃതദേഹങ്ങൾ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. ആഗിക്കൊക്കെ ഭയങ്കര അതിശയമായിട്ട് തോന്നി. ആ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. നമ്മൾ അതിനെക്കാട്ടിയും വലിയ അതിശയത്തിലായിരുന്നു. ഈ അമ്പലത്തിൻ്റെയൊക്കെ തൊട്ടടുത്ത് തന്നെ അടുത്തായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അത്ഭുതത്തിലാണ്. ഈ അമ്പലത്തിലേക്ക് നമ്മുടെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട്. അവർക്കെല്ലാം ഇതൊരു അത്ഭുത കാഴ്ച തന്നെയാണ്. പക്ഷേ അവിടെയുള്ള സാധാരണക്കാർക്ക് ഇത് അവരുടെ ഒരു ലൈഫിൻ്റെ പാർട്ടായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ അമ്പലത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓപ്പോസിറ്റ് പുഴയുടെ കരയിൽ പോയി നിന്നേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ഹസ്ബൻഡ് പോയി നിന്നാണ് കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തത്. ഒത്തിരി വ്ളോഗേഴ്സും അതുപോലെ ഈ ഡോക്യുമെൻ്ററി ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഇത് വന്ന് നിന്ന് ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു VIP സെറ്റപ്പ് പോലെയാണ് നമുക്ക് തോന്നിയത്. കാരണം ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് വേറെ കോമൺ ആയിട്ട് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് കുട്ടികൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സ്പെൻസൊക്കെ എത്രയാണെന്ന് അറിയത്തില്ല. ഓരോരോ സെക്ഷനും വ്യത്യസ്തമായ എക്സ്പെൻസ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാണുമ്പോഴത്തേക്ക്, അറേഞ്ച്മെൻറ്റ്സ് കാണുമ്പോഴത്തേക്ക്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും ഇത് മൊബൈലിലൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഇതൊരു പുതിയതായിട്ട് വരുന്ന കാണുന്നവർക്കെല്ലാം ഇതൊരു പുതിയ അനുഭവം തന്നെയാണ്. അപ്പം ഞങ്ങളും കുറച്ച് നേരം കണ്ടുകൊണ്ട് നിന്നിട്ട് ഞാനും മോനും തിരിച്ച് നടന്നു. ഹസ്ബൻഡാണ് ഷൂട്ട് ചെയ്തിട്ട് വന്നത്.
ഒരുപാട് തിരക്കുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ കൂടുതലും ആൾക്കാരെ കണ്ടിട്ട് നേപ്പാളീസിനെ ആയിട്ടാണ് തോന്നിയത്. പിന്നെ അവർ അപ്പോൾ ഇത് കോമൺ ആയിട്ട് ഇവിടെ വരുന്ന ആൾക്കാരല്ലാതെ തൊഴാൻ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ട് നമ്മളെപ്പോലെ തന്നെ നോക്കിക്കൊണ്ട് നിന്നതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു വ്യത്യസ്ത കാഴ്ച തന്നെയായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇനി പൂജയിലും കർമ്മത്തിലുമൊക്കെ മാറ്റങ്ങൾ കാണുമായിരിക്കാം. ആദ്യം ഈ പുഴയിൽ ബോഡിയെ കുളിപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പം നമ്മൾ പട്ടും കച്ചിയൊക്കെ മൂടും പോലെ മൂടി, പിന്നെ ഈ മുള കൊണ്ടുണ്ടാക്കിയ ഒരു ഏണിയുണ്ട്. ആ ഏണിയിൽ ബോഡി വെച്ചിട്ട് കുറേ കർമ്മങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്യും. അതിനുശേഷം ഈ ഏണിയോട് കൂടി ബോഡി എടുത്തിട്ട് പോയി ഒരു തിട്ട പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പുഴക്കരയിൽ. ആ തിട്ടയിൽ 3 പ്രാവശ്യം വലം വെച്ചിട്ട് വച്ച് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ദഹിപ്പിച്ച് കഴിഞ്ഞിട്ട് അസ്ഥിയൊന്നും വീട്ടിലോട്ട് കൊണ്ടുപോയൊന്നും ചെയ്യത്തില്ല. അസ്ഥിയൊക്കെ ഇവിടെ തന്നെയാണ് വീണ്ടും കർമ്മങ്ങൾ ചെയ്തിട്ട് ഇവിടെ തന്നെയാണ് ഒഴുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്.
ഞങ്ങൾക്ക് ആദ്യമായിട്ട് പാർക്കിംഗ് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓക്കെ വെരി താങ്ക്സ്. അപ്പോൾ പാർക്കിംഗ് ഫീസ് വേണ്ടെന്ന് പറഞ്ഞ് നമ്മളെ വിടുവാണ്. ഓക്കെ താങ്ക്സ്. ആദ്യമായിട്ടാണ് നമ്മളെടുത്ത് ഒരാൾ പാർക്കിംഗ് ഫീസ് വേണ്ട പൊക്കോളാൻ പറഞ്ഞത്.